I found a love for me. Well, darling, just dive right in and follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is മരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ. കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. ഞങ്ങളെ മരണസമയത്ത് അവരാനോട് അപേക്ഷിക്കണേ. അത്യുന്നതന്റെ സംരക്ഷണത്താൽ വസിക്കുന്നവനും സർവശക്തന്റെ തണൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങൾ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children of our own. We are still kids, but we're so in love, fighting against all odds. Like the starlight
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് ക്രിസ്തുവിന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജാക്സൺ മാക്സിലിയൻ, മേരി സച്ചു സ്റ്റീഫൻ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, മക്കളെ, ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിലാണ് മേരി സച്ചിൻ്റെയും ജാക്സൻ്റെയും വിവാഹം ഔദാശികമായി ആഘോഷിക്കുവാനായിട്ടാണ്. ദിവ്യകാരുണ്യം എന്ന കൂദാശയ്ക്കുള്ളിൽ പരികരണം ചെയ്യപ്പെടുന്ന മറ്റൊരു കൂദാശയാണ് വിവാഹം. ഇതിലോർത്തിരിക്കേണ്ടത് രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇത് വിശദീകരിക്കപ്പെടുകയുള്ളൂ. നമുക്ക് നൽകപ്പെട്ടത് ഏറ്റവും വിശുദ്ധമായ കൂദാശയാണ് പരിശുദ്ധ കുർബാന. അത് അത്രത്തോളം പ്രാധാന്യം വഹിക്കുന്നത് കൊണ്ടാണ് അതിനുള്ളിൽ വിവാഹം എന്ന കൂദാശ പരികരണം ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ക്ലാസ്സിന് പോയതാണ്, നിങ്ങളോട് പഠിച്ചതാണ്. പ്രത്യേകിച്ച് കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിരുന്ന കാര്യമെങ്കിലും ചില ഓർമ്മപ്പെടുത്തുകൾ മാത്രം അത് നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും കൂടി ചേർന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷനിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കർത്താവിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അൽത്താരയിലേക്കായിരിക്കണം, ദിവ്യകാരുണ്യത്തിലേക്കായിരിക്കണം, ദൈവത്തിലേക്കായിരിക്കണം. ആദ്യമായി നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് കർത്താവിനാണ്, ദിവ്യകാരുണ്യത്തിനാണ്, ദൈവത്തിനാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും ഒരേ കയ്യിലാണ് നിൽക്കുന്നത്. പിന്നെ നോക്കേണ്ടത് നിങ്ങളുടെ ജീവിത പങ്കാളികളിലേക്കാണ്. ഇത് തന്നെയാണ് വചനങ്ങൾ സാക്ഷ്യപ്പെടുന്നത്. മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിച്ച് ആണും പെണ്ണും ഭാര്യയും ഭർത്താവും ഒരേ ശരീരവും ഒരു മനസ്സുമായി തീരുമെന്ന് പറയുന്നത് തന്നെയാണ്. പിന്നീട് ദൈവം കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ, ജാക്സന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതും സച്ചുവിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതും നിങ്ങളുടെ ജീവിത പങ്കാളിക്കാണ്. അതും കഴിഞ്ഞാണ് നിങ്ങളുടെ പുറകിൽ മാതാപിതാക്കൾ നിൽക്കുന്നത്. നിങ്ങളുടെ പ്രാധാന്യം കഴിഞ്ഞിട്ടാണ് ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവരെ മറക്കരുത്, അവരെ അനുസരിക്കരുത് എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് മക്കളുണ്ടാകാൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരിക്കൽ മക്കളായിരുന്നു എന്നോർമ്മ നിങ്ങൾക്കുണ്ടാകണം. അവരെ നല്ലതുപോലെ നോക്കണം, അവരനുസരിക്കുകയും വേണം. പക്ഷേ ജീവിതത്തിൽ ഇന്ന് മുതൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളികളായിരിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ ഇന്ന് മുതൽ അവരാണെന്ന് നിങ്ങളുടെ മകൾ എന്നതിനേക്കാൾ കൂടുതൽ അവൻ്റെ ഭാര്യ, നിങ്ങളുടെ മകൻ എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഭർത്താവ് എന്ന സ്ഥാനമാണ് അവർക്ക് രണ്ടുപേർക്കുമുള്ളത്. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം തലയിടുക, ആവശ്യമില്ലാത്തതിന് അവരുടെ പാടുകൾ വിടുക എന്നുള്ളതാണ്. ദൈവവും അവരെ നമ്മൾ നോക്കിക്കോട്ടെ. അവരുടെ കാര്യങ്ങൾ, അവരുടെ സദസ്യച്ചുകളുടെ, അവരുടെ സ്നേഹം അത് അവരായിട്ട് നോക്കട്ടെ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതും കഴിഞ്ഞാണ് നിങ്ങളുടെ അപ്പച്ചമാരും ആന്റിമാരും ഉള്ളത്. മാതാപിതാക്കളുടെ സ്ഥാനം കൊടുക്കണമെന്ന് ഓർക്കുന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുക. അതും കഴിഞ്ഞാണ് കൂട്ടുകാർ, നാട്ടുകാർ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രമം ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കേണ്ടതാണ്. ദൈവം, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, സ്വന്തക്കാരുടെ റിലേറ്റീവ്സ് കഴിഞ്ഞാൽ നാട്ടുകാരും ഫ്രണ്ട്സും എല്ലാം മലയാളത്തിന് ശേഷമാണ് എപ്പോഴും പ്രത്യേകമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിത് വിവാഹം കൂടാശകൾ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബവും നമ്മളുടെ ഔസപിതാവും മാതാവും യേശുവും ഉൾക്കൊള്ളുന്ന തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ഒരു കുടുംബമാകണം എന്നുള്ളതാണ്. തിരുക്കുടുംബത്തിന് പ്രത്യേകത, 3 പ്രത്യേകതകളുണ്ട്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ 3 പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്താണ്? കുറ്റപ്പെടുത്താത്ത സ്നേഹമാണ് തിരുക്കുടുംബം. കുറ്റപ്പെടുത്താത്ത സ്നേഹമാണ് തിരുക്കുടുംബം. കുറ്റപ്പെടുത്താൻ അനേകം അവസരങ്ങൾ ജീവിതത്തിലുണ്ടാകും. പരസ്പരം നല്ലോണം അറിയാവുന്നവരായതുകൊണ്ട് ചരിത്രം, ഭാവി, ഭൂതം, വർത്തമാനം എല്ലാം പറയുന്നത് കുറ്റപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ തിരുക്കുടുംബത്തിൽ യൗസപിതാവിൻ്റെ മാത്രം ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവർ പരസ്പരം കുറ്റപ്പെടുത്തിയില്ല. പക്ഷേ രണ്ടാമത്തെ പ്രത്യേകത പരസ്പരം മനസ്സിലാക്കുന്ന സ്നേഹമാണ് തിരുക്കുടുംബം. പരസ്പരം മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മളുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറുന്നത്. മൂന്നാമത്തേതായി ക്ഷമിക്കുന്ന സ്നേഹം. ക്ഷമിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരാളുടെ മുഖത്ത് നോക്കി ഐ ആം സോറി എന്ന് പറയുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി
ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറയണമെങ്കിൽ അത്യാവശ്യമൊക്കെ എഴുതുക വേണം. കുടുംബജീവിതത്തിൽ പരസ്പരം ഇതുണ്ടാവണം. ഈ 3 ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കുടുംബം തിരുക്കുടുംബമായി മാറുകയുള്ളൂ. കുറ്റപ്പെടുത്താത്ത സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, പരസ്പരം മനസ്സിലാക്കുന്ന സ്നേഹം, ഇതിൻ്റെ എല്ലാം മുകളിൽ തിരുക്കുടുംബം അറിയപ്പെട്ടത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ്. നിങ്ങൾ എന്നും ഒരിക്കലും കൈവിടരുതാത്തത് ഈ ക്രിസ്തുവിനെയാണ്, ദിവ്യതയാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും ക്രിസ്തു ജീവിതത്തിലില്ലെങ്കിൽ ഈശ്വര മനസ്സിന് സമാധാനം ഉണ്ടാവുകയില്ല. യൂറോപ്പിലൊക്കെ താമസിക്കുന്നവരായ ഒരുപാട് പേര് പറയും കർത്താവിനൊന്നും ആവശ്യമില്ല. പക്ഷേ യൂറോപ്പിൽ ഞാനും കുറേ കാലം കഴിഞ്ഞതാണ്. പക്ഷേ ഒരു സങ്കടം വരുമ്പോഴത്തേക്ക് ക്രിസ്തു കൂടെ ഇല്ലായില്ല എങ്കിൽ, ക്രിസ്തു മനസ്സിലില്ല എങ്കിൽ, ഒരു സങ്കടം വരുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട്, ചെന്ന് കയറുവാനായിട്ട് നിങ്ങൾക്ക് ഇടമുണ്ടാവുകയില്ല. ജീവിതത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ, മനസ്സിലാക്കപ്പെടുന്ന നിമിഷങ്ങളിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ഒന്നാകുമ്പോഴേക്കും നിങ്ങൾക്ക് തിരുസഭ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ക്രിസ്തുവിനെ നിങ്ങൾക്ക് വീണ്ടും നാവുകളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതാണ്. ഒരിക്കലും മറക്കാൻ പാടില്ലാതെ ക്രിസ്തുവിനെ മറക്കാതിരിക്കുക, ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുക. ഇന്ന് നിങ്ങൾ ക്രിസ്തുവിലാണ് ഒന്നാകുന്നത് എന്ന് ഓർമ്മയുണ്ടാകണം. ക്രിസ്തുവിൽ ഉണ്ടാകുന്നത് ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ ചലിക്കുക, ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. സഹോദരന്റെ ദിവസങ്ങൾ കൊണ്ടാടുന്നത് നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ അപേക്ഷകളൊക്കെ ശ്രമിക്കുകയും അങ്ങേ ദാസനായി ദാസനെയും മേരി സച്ചുവിൻ്റെയും മേൽ അങ്ങേ കൃപ കാരുണ്യപൂർവ്വം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ ആൾക്കാരുടെ മുമ്പാകെ ഉണ്ടാക്കപ്പെടുന്നവർ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കുന്നതുമാറാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്തെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടെടുക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കും. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കും. ഇത് അവളെ കറയോ ചൊളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിന്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതരാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവ് സീയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ദൈവം സ്നേഹമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചെങ്കിൽ നമുക്കും പരസ്പരം സ്നേഹിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ഫരിസയരോട് അരുൾ ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപ
പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയിൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് നാഥൻ മാത്സര്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്ഥാനത്ത് നിങ്ങളെ പുറത്തേക്ക് വെച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശ നിങ്ങളെ തലയിലാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും നേതാവിനെ നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസത പാലിക്കുവാൻ അവിടെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ജാക്സൺ, മേരി സച്ചു, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെ പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ നിലയിൽ ആയുഷ്കാലങ്ങളിൽ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനം അനുസരിച്ച് നടത്തുവാനും സന്നദ്ധരാണ്. വിവാഹങ്ങൾ ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെ മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. മേരി സച്ചു, ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ജാക്സൺ, ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിച്ചുകൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ ഗാന്ധിയും മോതിരവും ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണം. ദൈവമേ, പ്രസാദവത്തിൻ്റെ അടയാളമായി മന്ത്രകൂടി ദയാപൂർവം ആശീർവദിക്കണമേ. പ്രസാദപരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി നൽകിയ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഭാവനമായ ബന്ധത്തിന് പ്രതിബിംബമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രം അണിയുവാൻ അനുഗ്രഹമുണ്ടാകട്ടെ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക.
പ്രിയ സഹോദര തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് വിശുദ്ധ വിവാഹത്തിൽ വിളിച്ച് ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുവാൻ ഇടയാക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണത്തിന് വിശദീകരിച്ച് കുറിച്ചനാഥ ഇന്ന് വിവാഹബദ്ധരായി ഞങ്ങളിൽ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരമായ സ്നേഹത്തിലേക്ക് യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇവർ സന്താനങ്ങൾ അനുഗ്രഹിതരാകുവാനും മക്കളിൽ ചെയ്യുന്ന സ്നേഹം അവർക്ക് 100 മടങ്ങായി തിരിച്ചെടുക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും വിശ്വാസ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളായി പ്രശോഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിന് ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ മക്കളെ തിരുക്കാൻ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നത് വരെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് എല്ലാം ചെയ്യുവാനും വേണ്ടി കൃപാവരം അവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുടണമേ.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എങ്കിൽ ഞങ്ങൾ സന്തോഷത്തിൽ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും വിവാഹോപദാശങ്ങളുടെ നല്ല സംയോജിപ്പിച്ച് ഇവരെ പിതൃവാത്സല്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങും എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ജനവുമായി അങ്ങോട്ട് ബുദ്ധിമുട്ടുകൾ ചെയ്തു. അങ്ങനെ അങ്ങേ മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും രഹസ്യം വഴി അങ്ങവരെ വീണ്ടെടുക്കുകയും ദൈവപ്രകൃതിയിൽ പങ്കുകാരാക്കുകയും അങ്ങേ സ്വർഗീയ മഹത്വത്തിൽ കൂട്ടവകാശങ്ങളാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിലൂടെ അങ്ങേ കൃപാകര സമൃദ്ധി എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന കൂടാശ അങ്ങേ സ്നേഹത്തിൻ്റെ അവർണ്ണീയമായ പദ്ധതിയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അവിരാമവും സ്തുതിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ
ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെന്ന് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോകാനുള്ള കർത്താനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർത്തിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപബദ്ധരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. വിവാഹിതരായവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഈ ദിവസത്തിന് ശേഷവും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ നമ്മളെല്ലാം കാര്യങ്ങളും അതുകൊണ്ട് ഈ നിമിഷമെങ്കിലും എല്ലാവരും ഇവർക്ക് വേണ്ടി, ഈ നവദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. സദാ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഇവർക്ക് വേണ്ടി പിതാവിൻ്റെ മുന്നിൽ വാങ്ങിക്കൊടുക്കുന്ന സമയത്താണ് ഈ അൽത്താരയെ സമീപിച്ച് വിവാഹ ജീവിതം ആരംഭിച്ച ദമ്പതിമാർ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പങ്കാളികളായി പരസ്പര സ്നേഹത്താൽ സദാ ഒന്നിപ്പിക്കുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാന്നിധ്യത്തിൽ മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായി തീർന്ന് ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്തുടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിബിംബിക്കാൻ അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗദാശികളുടെ ആഴത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയിരുന്നു. അങ്ങേ ദാസരായ ജാക്സന്റെയും മേരി സച്ചിവിൻ്റെയും മേൽ അങ്ങേ വലത്ത് തരം കനിവാർ നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന് ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കൗദാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിൻ്റെ ദാനങ്ങൾ പങ്കുവയ്ക്കുവാനും അങ്ങേ സാന്നിധ്യത്തിൻ്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരുമാനം അനുഗ്രഹിക്കണമേ.
കർത്താവേ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവൃത്തികളെ നിലനിർത്തുവാനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വർഗീയ കുടുംബത്തിൽ അംഗങ്ങളാക്കി സജ്ജരാക്കുവാനും ഇവർ അനുഗ്രഹിക്കണം. അങ്ങേ ദാസിയായ മേരി സച്ചുകളെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരണങ്ങളും പറയണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്തിൽ ഊഷ്മത നൽകുകയും കൃത്യമായ കാര്യത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങേ ദാസനായ ജാക്സനെയും സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിൻ്റെയും കരുതലുള്ള പിതാവിൻ്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവെ, അങ്ങേ മുമ്പാകെ വിവാഹത്തിൽ ഒന്നായി തീർന്ന് അങ്ങേ മേശയെ സമീപിക്കാൻ അഭിലഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയ ദിനങ്ങൾ സന്തോഷത്തോടെ പങ്കുചേരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് ചെയ്ത കർത്താവായ യേശു ക്രിസ്തു, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക. പ്രവേശിക്കാൻ ഞാൻ ഒരു ഉച്ചരിച്ച് മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
കർത്താവ് ചെയ്യുമ്പോൾ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ വിരുന്നിൽ പങ്കാളികളായിത്തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ കൂദാശയിൽ ഒന്നായിത്തീർന്ന ഇവർ അങ്ങയുടെ സദാചാരം നിൽക്കുകയും അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ പിതാവായ ദൈവം തൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ജാക്സൺ മേരി സസു ദൈവവചനം ഉൾക്കൊള്ളുന്ന വിശുദ്ധം സ്വീകരിക്കുക. തിരുവചനം അനുദിനം വായിക്കുക. വായിക്കുന്നത് വിശ്വസിക്കുക. വിശ്വസിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നയിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ജപമാല നിങ്ങളുടെ കുടുംബജീവിത വിജയത്തിൻ്റെ ആയുധമായിരിക്കട്ടെ. അനുദിനം ജപമാല ചൊല്ലുവാനും കുടുംബ പ്രാർത്ഥനകൾ നടത്തുവാനും അതുവഴി ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Searching for the breath inside me,
അച്ഛ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിവാഹമെന്ന് കൂതാശയിൽ ഒന്നായി തീർന്ന സ്നേഹം നിറഞ്ഞ ജാക്സൺ, സച്ചു, ആദ്യമായി തന്നെ ഒരു വിവാഹ ജീവിതത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആത്മാർത്ഥമായി നേരുകയാണ്. വിവാഹം എന്നത് ഒരുമിച്ച് നടക്കുവാനുള്ള ഒരു വിളിയാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പരസ്പരം താങ്ങായും തണലായും രണ്ടുപേരും പ്രാർത്ഥനയോടെ ഒരുമിച്ച് മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തിരുക്കുടുംബമായത് ഈശോയുടെ സാന്നിധ്യം മൂലമാണ്. നിങ്ങളുടെ കുടുംബത്തിലും ഈശോയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി രണ്ടുപേർക്കും എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനയും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു, കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ ദമ്പതികൾ മുറിക്കുവാനായിട്ട് പോകുന്ന ഈ കേക്ക് അങ്ങ് കരിഞ്ഞ് ആശീർവദിക്കണമേ. ഇവരുടെ വിവാഹ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും അങ്ങ് എപ്പോഴും ഇവർക്ക് തുണയായി ഉണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. Now when I fall through the endless life, this day we laugh and cry, changing our ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with a broken mind forever. Summertime I will find love that's one of a kind, to hold beside and fall behind. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Dim dana dim dim na, dim dana dim dim na, dim dana dim dim na re. Dim dana dim dim na, dim dana dim dim na, dim dana dim dim na re. Now when I fall through the endless life, this day we laugh and cry, changing my ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with a broken mind forever. Looking in the stars and take a look down as he smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Walking in the stars and take a look down as he smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Dim dana dim dim na, dim dana dim dim na, dim dana dim dim na re. Dim dana dim dim na, dim dana dim dim na, dim dana dim dim na re. Dim dana dim dim na, dim dana dim dim na, dim dana dim dim na re. Dim dana dim dim na, dim dana dim dim na, dim dana dim
To be young and in love in New York City. Do not know who I am, but still know that I'm good long as you're here with me. To be drunk and in love in New York City. Midnight into morning coffee, burning through the hours talking. Damn, I like me better when I'm with you. I like me better when I'm with you. I knew from the first time I'd stay for a long time, 'cause I like me better when I'm with you. I don't know what it is, but I got that feeling. Waking up in this bed next to you, swear the room, yeah, got no ceiling. If we lay, let the day just pass us by. I might get to too much talking, I might have to tell you something. Damn, I like me better when I'm with you. I like me better when I'm with you. I knew from the first time I'd stay for a long time, 'cause I like me better when I'm with you. Stay with me. Stay a while, oh. Stay a while, stay with me.
Such a beautiful night to make a change in our lives. East tangling sky, empty bottle of wine. I got you by my side, talking about love and life. Oh, how lucky am I when I look in your eyes. What a wonderful way to spend a moment or two. To be lying awake and be here talking to you. I got something to say, I know what I gotta do. To be making a change, now the moment of truth. Why am I feeling so nervous when things are going so perfect? But I know that it's worth it to spend forever with you. And so I count 2, 3 and get on one knee and I ask you, darling, honestly, I've waited all this time just to make it right. So I'll ask you tonight, will you marry me? Just say yes. One word, one love, one life. The gentle touch of the hand, fingers running through hair, lips pressed to her lips, so I was caught unaware. Arms holding me tight, tears in both of her eyes. What a beautiful way to spend the rest of our lives. Sun will reappear, burning auburn and red. My chest was the pillow, green grass lawn was the bed. Last night was the night, one last moment of truth. And what a wonderful way of falling deeper in you. Why was I feeling nervous when things were going so perfect? And now I know
it's worth it to spend forever with you. And so I count 2, 3 and get on one knee and I ask you, darling, honestly. Way up in the mountains, 4,000 feet high, there's a trail through the trees to a cliff where Carolina meets the sky. Oh, and there's a view I just can't describe. No, we're not there yet, just a few more steps, baby. ഇന്ന് ചെറുക്കൻ്റെ വീട്ടിൽ നിന്നുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ചു. ഈ തൊട്ട് ഈ അവസാനം വരെയും ഒപ്പം നല്ലൊരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളെ ബഹുമാനിച്ചത് ഞങ്ങളെ പ്രത്യേകം എന്ന് നന്ദി പറയുകയാണ്. കൂടി വന്ന എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഡാൻസേഴ്സ് പുതിയ ഡാൻസേഴ്സ്, ബ്രേക്ക് ഡാൻസേഴ്സ് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഡാൻസ് മാസ്റ്റേഴ്സ് നല്ലൊരു ഡാൻസൊക്കെ പുതിയ സ്റ്റെപ്പുകളൊക്കെ പലരും കണ്ടു. പ്രതീക്ഷിക്കാത്ത പലരും പല രീതിയിലുള്ള ഡാൻസുകൾ കാണി. മൈക്കുമായിട്ട് നിന്നവരൊക്കെ കാണിച്ചു കൂട്ടിയത്. എന്തായാലും പരിപാടിയൊക്കെ വളരെ നല്ല ഗംഭീരമായിരുന്നു. നമ്മള് 4-ാം തീയതി നമ്മൾ നിശ്ചയം എൻഗേജ്മെന്റ് ആയിട്ട് തുടങ്ങി. ഈ 7-ാം തീയതി കല്യാണ സമയം വരെ ഇതിനിടയ്ക്ക് പല ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നതിനേക്കാൾ വലുതായിട്ട് ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ കർത്താവായ ദൈവത്തോട്. കർത്താവിൻ്റെ അനുഗ്രഹവും അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നതിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.
നമ്മുടെ പാതകൾക്ക് ദീപമായിരിക്കുന്ന ഒരു ദൈവമാണ്. ഇസ്രായേൽ ജനത്തെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിതുണ്ടായി വഴി നടത്തുന്ന ദൈവം നമ്മളെ വഴി നടത്തി. അതിനായി ദൈവത്തെ ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒരു ചടങ്ങൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ചടങ്ങിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ രണ്ട് അമ്മാച്ചന്മാരെ ഞങ്ങൾ വിളിക്കുകയാണ്. അവര് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് സമീപിച്ചിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയമാണ്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. പിന്നെ ഒരു ചെറിയ പ്രാർത്ഥനയും കൂടെ ഇത്രയും ഇവരെ. അതുപോലെ തന്നെ സ്ത്രീ ഞങ്ങളുടെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങൾ സ്ത്രീകളെ നിങ്ങളുടെ മോളെ കൊണ്ടാക്കാൻ വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. കടന്നു വന്ന് അവരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ അവരെ പുതിയൊരു കുടുംബ ജീവിതം നയിക്കാൻ തക്കവണ്ണം വേണ്ട കൊടുക്കണമെന്ന് ദൈവത്തോട് നിങ്ങൾ യാചിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾ പെണ്ണിക്കാർക്ക് ഒരു നന്ദിയെങ്കിലും പറയുന്നത് നല്ലതാണ്. അതുകൊണ്ട് നന്ദി പറയുവാനായിട്ട് ഞങ്ങളുടെ സഭാപ്രഘോഷകനായ ക്ഷണിക്കുന്നു. മൈക്കെടുക്കുമ്പോൾ ഒരു രൂപം, അല്ലാത്തൊരു അങ്ങനെ 25 കൊല്ലം മുമ്പ് പാടിയ ആട്ടം ഇപ്പോഴാണ് ആയത്. അത് വേറെ ആർക്കും വേണ്ടിയല്ല. കാരണം കുടുംബത്തിലെ ഏറ്റവും ഇളയ പെണ്ണുങ്ങളായ സച്ചിന് വേണ്ടി ആയത് മാത്രം ഞാൻ അറിയുന്നതാണ്. ഏതായാലും ഈ പറഞ്ഞതൊക്കെ എനിക്ക് എപ്പോഴും പറയുമ്പോൾ ആദ്യം നമുക്ക് എപ്പോഴും ദൈവത്തിന് തന്നെയാണ്. അത് കൃത്യമായിട്ട് തന്നെ ചേട്ടൻ പറഞ്ഞു. ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തിന്. കാരണം നമുക്കറിയാം നേരമമ്മയൊക്കെ ഒത്തിരി ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. തുടക്കം മുതൽ അറിയിപ്പ് തുടങ്ങിയപ്പോൾ മുതലുള്ള ഉരുകൽ അത് എനിക്ക് കുറേയൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം എല്ലാ ഫംഗ്ഷനെക്കാട്ടി ഒത്തിരി കൂടുതൽ നിന്നത്. അതുപോലെ മാമനായ ഒത്തിരി ഒരുങ്ങി, നിങ്ങളും അതുപോലെ തന്നെ ഒത്തിരി ഒരുങ്ങി അതിനെല്ലാം നടത്തി. ദൈവം തന്നെ നടത്തി എല്ലാ കാര്യങ്ങളും. 30 കർപ്പൂരം വരെ ദൈവം നടത്തി. ഇപ്പം ഈ അവസാന നിമിഷം നമ്മുടെ ലക്ഷ്യമായ കല്യാണവും കഴിഞ്ഞ് ഇനി ഭവനത്തിലൂടെ എത്തിക്കുന്ന ഈ അവസാന നിമിഷം വരെ നടത്തിയ നമ്മുടെ ദൈവത്തിന്, നമ്മുടെ എല്ലാവരുടെയും പേരുള്ള ദൈവത്തിന് നമ്മൾ നന്ദി അർപ്പിക്കുകയാണ്. ഹൃദയപൂർവ്വം ദൈവത്തിന് തന്നെ നന്ദി അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞ നമുക്ക് 3-4 നമുക്ക് ഫംഗ്ഷൻസുകളായി നിശ്ചയപ്പെട്ട് അതിന് മുമ്പുള്ള ദിവസങ്ങളായാലും പെല്ലുകളിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കകത്തു നിന്നും ഞങ്ങളോട് നല്ലവിധം സഹകരിച്ച കറക്റ്റായിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി ഞങ്ങൾ ചെയ്തു എന്ന് വേണം പറയാൻ. അത്രമാത്രം നല്ല രീതിയിൽ ഓരോ കാര്യവും ഫംഗ്ഷനും ക്രമീകരിക്കുകയും ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത ഓരോരുത്തർക്കും ഓരോ കാര്യമാണല്ലോ. ഓരോരുത്തരുടെ പെരുമാറ്റത്തിൽ ഒത്തിരി ഗുണങ്ങളും നന്മകളൊക്കെ ഉണ്ട്. അപ്പം അത് സ്വാംശീകരിക്കുക, എടുത്തുക, അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കുടുംബം, ചാക്കുവിൻ്റെ കുടുംബം, സൂരജിൻ്റെ, എനിക്ക് സൂരജിനെ ഒത്തിരി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതെല്ലാവരും ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് ഈ കൗതാശികാഘോഷ വിവാഹത്തിൽ പങ്കുചേർന്ന് ദൈവത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. അപ്പൊ ഇതുവരെ ചെയ്ത, ഇനി ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോയി നോക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മാമിയുടെയും മാമന്റെയും ഞങ്ങൾ എല്ലാവരുടെയും പേരുള്ള ഹൃദയംഗമായ നന്ദി അപ്പച്ചനും അമ്മച്ചും ഉൾപ്പെടെ എല്ലാവർക്കും നൽകുകയാണ്. ഓക്കെ, ഒരു കൈയടിക്കാം. അദ്ദേഹത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പൊ 4 ദിവസം വലിയ ആഘോഷങ്ങളായിരുന്നു. ആഘോഷങ്ങൾ തീരുന്നു. നമ്മുടെ മക്കളെ ജീവിതം തുടങ്ങുന്നു. മടുപ്പില്ലാതെ കറതീർന്ന് സ്നേഹിക്കുവാനായിട്ട്, ക്ഷമിക്കുവാനായിട്ട്, സഹകരിക്കുവാനായിട്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇനിയും പ്രാർത്ഥനയിൽ ഓർമ്മയുണ്ടാവും. ഞങ്ങളെപ്പോലെ വൈദികർക്കുള്ള ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസങ്ങളിലും പ്രാർത്ഥിക്കാൻ സാധിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന സാധിക്കില്ല, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Fighting flames of fire, hang on to burning wires. We don't care anymore. Are we fading lovers? We keep wasting colors. Maybe we should let this
വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നോ ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നോ ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. ഏഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഈ ഭവനത്തിൽ ഇന്ന് മേരി സച്ചിന്ന എൻ്റെ മകള് ഇന്ന് മുതൽ ഈ വീട്ടിൽ വന്നിരിക്കുകയാണ്. എൻ്റെ യേശുനാഥ, അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ ആ മകളെ സമർപ്പിക്കുന്നു. എൻ്റെ മകൻ ജാക്സനെ സമർപ്പിക്കുന്നു. ഈ രണ്ട് മക്കളെയും കർത്താവായ യേശുവേ അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹം ഈ മക്കളെ ചെറിയണമെന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാനും എന്തെങ്കിലും തെറ്റാ കുറ്റം ഉണ്ടെങ്കിൽ എല്ലാം അങ്ങനെ ക്ഷമിക്കണം. എല്ലാം മോള് തന്നെയാണ്. Oh yeah, I'd spend 10,000